ബോളിവുഡ് താരം സൽമാൻ ഖാൻ തീവ്രവാദിയെന്ന പാകിസ്ഥാൻ സർക്കാർ. തീവ്രവാദവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരെ ഉൾപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെ 4ാം ഷെഡ്യൂളിൽ സൽമാൻ ഖാന്റെ പേര് ഉൾപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന വിവരം. റിയാദ് ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും രണ്ടായി സൽമാൻ ഖാൻ പരാമർശിച്ചതാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. സൽമാന്റെ പരാമർശം പാകിസ്ഥാനിൽ വൻ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കർശന നിരീക്ഷണം, യാത്രാ നിയന്ത്രണങ്ങൾ, നിയമ നടപടികൾ നേരിടാനുള്ള സാധ്യത എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെ 4ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാൽ സൽമാൻ ഖാൻ നേരിടേണ്ടി വരും. അതേസമയം ഈ വിമർശനങ്ങളോട് സൽമാൻ ഖാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും അമീർ ഖാനുമൊപ്പം റിയാദിൽ നടന്ന ജോയ് ഫോറം 2025 മധ്യപൂർവേഷ്യയിൽ ഇന്ത്യൻ സിനിമയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കവേ സൽമാൻ ഖാൻ നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. ചർച്ചയ്ക്കിടയിൽ ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും വെവ്വേറെ പരാമർശിച്ചത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയായി പാക് ഉദ്യോഗസ്ഥർ എടുത്തുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം സൽമാന്റെ പരാമർശത്തെ ബലൂച്ച് വിഘടനവാദി നേതാക്കൾ പ്രശംസിച്ചു. സൽമാന്റെ വാക്കുകൾ 6 കോടി ബലൂച്ച് ജനതയ്ക്ക് സന്തോഷം നൽകി. ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക പ്രദേശമായി അംഗീകരിച്ചതിലൂടെ പല രാജ്യങ്ങളും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് സൽമാൻ ഖാൻ ചെയ്തത്. ഇത് ഞങ്ങളുടെ സ്വത്വത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം ശക്തിപ്പെടുത്തുന്ന ശക്തമായ നയതന്ത്ര നടപടിയാണ്, സ്വതന്ത്ര ബലൂച്ചിന്റെ വക്താവ് പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.